ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് സ്നാക്കായിട്ടോ സ്വീറ്റായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആവിയിൽ വേവിച്ചെടുത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മളുടെ വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാല് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചതോ അല്ല കാച്ചിയതായിട്ടുള്ള പാലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടി വയ്ക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനായിട്ടുള്ള ഒരു പൊടി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ ബദാമും കശുവണ്ടിയും പിസ്തയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം 6 എണ്ണം എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ പാൽ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളുടെ പാലൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി മാത്രമാണ് ഉള്ളതെങ്കിൽ അത് മാത്രം ചേർത്തിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. നമ്മളുടെ പാല് ഒന്ന് അത്യാവശ്യം കുറുകി വരണം. ഇപ്പോൾ 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു അളവ് പാകത്തിന് മാത്രമേ കാണുള്ളൂ. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കളറിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് കുറച്ച് പാലിൽ ഒന്ന് ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാകും. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ല, അതുകൊണ്ട് ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് ഒഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, നേരത്തെ കണ്ട പോലെ അല്ല പാലുള്ളത്, കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് തയ്യാറായി വന്നതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന കേക്കാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാദ്യം ഹൈ സ്പീഡിൽ ഒരു 1 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ലോ സ്പീഡിൽ മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ദാ ഞാനിതൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നേരം നമ്മളിത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ സ്പീഡിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1/4 കപ്പ് അളവ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ട് ഇതുപോലെ കോരി ഒഴിക്കുമ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മൈദ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണയോ നെയ്യോ തടവിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് തടവിയെടുക്കുന്നത്. ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ പാത്രവും ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം ഞാനിതിലേക്ക് കൂട്ടൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അരഭാഗത്തോളമായിട്ട് മാത്രമേ കൂട്ടൊഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഒഴിവാക്കിയാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ ഞാനിവിടെ ആവി കയറാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ കയറി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 15 മിനിറ്റ് നേരമാണ് നമ്മൾക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റോളം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമ്മളുടെ കേക്ക് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. അഥവാ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടിപ്പോൾ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ ഡീമോൾഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. സ്ക്യൂറോ ടൂത്ത് പിക്കോ അല്ല ഫോക്കോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതിലും എല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പാലിൻ്റെ മിക്സ് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരത്തേക്ക് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒഴിച്ച പാല് ഒന്ന് ഉണങ്ങി വരികയാണെങ്കിൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് ഒന്ന് ഗാർണിഷും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ശരിക്കും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും മുകളിൽ ജ്യൂസി ആയിട്ടുള്ള പാലിൻ്റെ ഒരു മിക്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.